വതറൽ ജിബാല നിങ്ങൾ പർവ്വതങ്ങളെ കാണുന്നുണ്ടല്ലോ തഹ്സബുഹാ ജാമിദ പർവ്വതങ്ങളെല്ലാം ഉറച്ച പാറ പോലെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ പർവ്വതങ്ങളെ നിങ്ങൾ കാണുമ്പോൾ അത് ഉറച്ച പാറയെ പോലെ അനങ്ങാതെ ഉറച്ച സ്റ്റേണായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ പക്ഷേ അത് ഉറച്ചു നിൽക്കുന്നില്ല വഹിയ തമുറു മർറസ് സഹാബ് അത് മേഘങ്ങളെ പോലെ സഞ്ചരിക്കുന്നുണ്ട് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബാക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഹാബാക്കൾ ഒരാളും ചോദിച്ചില്ല നബിയേ ഞങ്ങൾക്ക് പർവ്വതം ചലിക്കുന്നത് കാണുന്നില്ലല്ലോ ഞങ്ങളുടെ പള്ളിയുടെ മുമ്പിലാണല്ലോ ഉഹദ് മലയുള്ളത് അങ്ങനെ ഒരുപാട് മലകൾ കണ്ട് ശീലിച്ച ഞങ്ങൾക്ക് ഒരു മല പോലും സഞ്ചരിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ എന്ന് അല്ലാഹുവിന്റെ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചില്ല നബി തങ്ങളോട് അങ്ങനെ ചോദിച്ചോ ഇല്ല നബി തങ്ങളോട് ചോദിച്ചില്ല എന്തേ സമിഅനാ വഅതഅനാ ഞങ്ങൾ വിശ്വസിച്ചു നബിയേ ഞങ്ങൾ അനുസരിച്ചു നബിയേ എന്നാൽ ഇന്ന് ജീവിക്കുന്ന മുസ്ലിമീങ്ങളായ വിശ്വാസത്തിന്റെ ശക്തി നഷ്ടപ്പെട്ടു പോയ നമ്മൾക്കത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയാണ് വതറൽ ജിബാല തഹ്സബുഹാ ജാമിദ വഹിയ തമുറു മർറസ് സഹാബ് സുൻഅല്ലാഹില്ലദീ അത്ഖന കുല്ല ശൈ എല്ലാം സൃഷ്ടിച്ച റബ്ബ് അതുപോലെ മനോഹരമായി സൃഷ്ടിച്ചതാണ് പർവ്വതങ്ങൾ അത് എങ്ങനെയാണ് സഞ്ചരിക്കുന്നത് മർറസ് സഹാബ് മേഘങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ നമ്മുടെ പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല പക്ഷേ അത് സഞ്ചരിക്കുന്നുണ്ടെന്നാണ് 1,800,000 കിലോമീറ്റർ വേഗതയിൽ നമ്മുടെ പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് 1,800,000 കിലോമീറ്റർ വേഗതയിൽ നമ്മുടെ കാറ് 120 വേഗതയിലൊക്കെ പോകുമ്പോൾ വൈബ്രേഷൻ വരാൻ ഇനി 140 ആയാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ നിയന്ത്രണം തെറ്റാൻ 1,800,000 കിലോമീറ്റർ പെർ ഹവർ മണിക്കൂറിൽ 1,800,000 കിലോമീറ്റർ വേഗതയിൽ നമ്മുടെ പർവ്വതങ്ങൾ സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ അതെങ്ങനെയാണ് സഞ്ചരിക്കുന്നത് ഖുർആൻ പറയുന്നു വഹിയ തമുറു മർറസ് സഹാബ് മേഘങ്ങൾ എങ്ങനെയാണോ സഞ്ചരിക്കുന്നത് അതേപോലെ തന്നെ പർവ്വതങ്ങളും സഞ്ചരിക്കുന്നുണ്ട് മേഘം എങ്ങനെയാ സഞ്ചരിക്കുക മേഘം സഞ്ചരിക്കുന്നത് കാറ്റിലൂടെയാണ് കാറ്റാണ് മേഘത്തെ സഞ്ചരിപ്പിക്കുന്നത് കാറ്റാണ് മേഘത്തെ കൊണ്ടുപോകുന്നത് അതേപോലെ തന്നെ പർവ്വതം ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയല്ല ഭൂമി അതിനെ കൊണ്ടുപോവുകയാണ് കാറ്റ് മേഘങ്ങളെ കൊണ്ടുപോകുന്നത് പോലെ ഭൂമി പർവ്വതങ്ങളെയും കൊണ്ടുപോകുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞത് 21-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയാണ് അതാണ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തം ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ വർദ്ധിക്കേണ്ടത് അലം യഅ്നിലില്ലദീന ആമനൂ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് അല്ലാഹുവിനെ പേടിച്ച് നന്നാവാനുള്ള സമയമായിട്ടില്ലേ എത്ര റമളാനാണ് നമ്മുടെ മുമ്പിലൂടെ കഴിഞ്ഞു പോകുന്നത് എത്ര വഅദുകളാണ് നമ്മൾ കേൾക്കുന്നത് എത്ര അപകടങ്ങളാണ് നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നത് സുനാമികൾ വേറെ ഭൂകമ്പങ്ങൾ വേറെ വെള്ളപ്പൊക്കങ്ങൾ വേറെ കൊടുങ്കാറ്റുകൾ വേറെ എന്തിനാണ് ഇതൊക്കെ അല്ലാഹു നമ്മളിലേക്ക് അയക്കുന്നത് വെറുതെയല്ല നമ്മൾക്കൊരു പാഠമാവാനാണ് നേരത്തെ പറഞ്ഞല്ലോ ഖദ് അഫ്ലഹ മൻ സക്കാഹാ വഖദ് ഖാബ മൻ ദസ്സാഹാ മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാം ഒട്ടകത്തെ പാറക്കെട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോഴാണ് അല്ലാഹു ആ സമൂഹത്തോട് പറയുന്നത് ഇത് അല്ലാഹുവിന്റെ ഒട്ടകമാണ് ഇതിന് വെള്ളം കൊടുക്കണം ഇതിനെ ദ്രോഹിക്കരുത് ഇതിനെ കൊന്നുകളയരുത് എന്ന് അല്ലാഹുവിന്റെ കൽപ്പന ആ സമൂഹത്തിലേക്ക് വന്നപ്പോഴാണ് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായ ഒട്ടകത്തവർ അറുത്ത് കളഞ്ഞപ്പോഴേക്കും അതിനെ അവർ കൊന്നു കളഞ്ഞപ്പോഴേക്കും അങ്ങനെ അവർ കൊന്നു കളഞ്ഞപ്പോഴേക്കും അല്ലാഹുവിന്റെ ശിക്ഷ അവരിലേക്ക് ഇറങ്ങാൻ തുടങ്ങി അല്ലാഹുവിന്റെ ശിക്ഷ കൊണ്ട് ആ സമൂഹത്തെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മോടും അല്ലാഹു പറയുകയാണ് ഓരോ അപകടങ്ങൾ ഓരോ ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് നമ്മളെ പോലെയുള്ള ആളുകളുടെ ഈമാൻ വർദ്ധിക്കാനാണ് എന്നിട്ടും നന്നാവാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ അല്ലാഹുവിന്റെ അപകടം പതിയിരിക്കുന്നുണ്ട് അല്ലാഹുവിന്റെ പിടുത്തം അത് ഭയാനകമായ പിടുത്തമാണ്
ഇന്ന ബത്ഷ റബ്ബിക ലശദീദ് ഫലമ്മാ നസൂ മാ ദുക്കിറൂ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. ഞാൻ പറയുന്നത് എന്റെ സാരോപദേശങ്ങൾ എന്റെ അടിമകൾ മറക്കാൻ തുടങ്ങുമ്പോ, എന്നവർ നെവർ മൈൻഡ് ചെയ്യാൻ തുടങ്ങുമ്പോ, എന്റെ പരിശുദ്ധമായ ഖുർആനിനെ അവർ നെവർ മൈൻഡ് ചെയ്ത് കളയാൻ തുടങ്ങുമ്പോ, ഫലമ്മാ നസൂ മാ ദുക്കിറൂ ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈ. എല്ലാ അനുഗ്രഹങ്ങളുടെ, എല്ലാ സൗകര്യങ്ങളുടെ, സൗഭാഗ്യങ്ങളുടെ പറുദീസകൾ അല്ലാഹു അവർക്ക് തുറന്നു കൊടുക്കും. അനുഗ്രഹങ്ങളുടെ വാതായനങ്ങൾ അല്ലാഹു അവർക്ക് തുറന്നു കൊടുക്കും. ഇതൊക്കെ അവർ ആസ്വദിക്കുവാനും സുഖിക്കാനും തുടങ്ങുമ്പോ അഖദ്നാഹും ബഗ്ത, പെട്ടെന്നൊരു പിടിപിടിക്കും അവരെ. അല്ലാഹു പറയാൻ, ഞാൻ നിങ്ങൾക്ക് സൗകര്യം നൽകും. വീട്, വാഹനങ്ങൾ, ജോലി, സമ്പത്ത്, എല്ലാവിധ സൗകര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകും. എന്നിട്ടോ നിങ്ങൾ ഇതൊന്നും കണ്ടിട്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും നിങ്ങൾ തയ്യാറായില്ല. എന്നിട്ട് സുഖിച്ച് ജീവിക്കാനാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അഖദ്നാഹും ബഗ്ത, നിങ്ങളെ ഞാനൊരു പിടി പിടിക്കും. അത് അവസാനത്തെ പിടിയായിരിക്കും. ഇതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഖുർആൻ ചോദിക്കുന്നത്, അലം യഅ്നി ലില്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നിങ്ങൾക്ക് സമയമായിട്ടില്ലേ? അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓരോന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങി നന്നാവാനുള്ള സമയമായിട്ടില്ലേ എന്ന ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. പറയണം നമ്മൾ യാ റബ്ബി വഖദ് ആൻ, അല്ലാഹുവേ എനിക്ക് നന്നാവാനുള്ള സമയമാണ്. റമളാൻ കഴിഞ്ഞു പോകുന്നത്, റമളാൻ കടന്നു വരുന്നത്, ഓരോ വെള്ളിയാഴ്ചകൾ കടന്നു വരുന്നത്, ഓരോ വാലിന്റെ സദസ്സുകൾ കടന്നു വരുന്നത്, ഇങ്ങനെ ഒരു പരിവർത്തനം ഉണ്ടാവാനാ, ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാനാണ്. ഓരോ വാല് കഴിഞ്ഞു പോകുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ നമ്മൾ കൊത്തിവെക്കണം, വഖദ് ആൻ, അല്ലാഹുവേ എനിക്ക് നന്നാവാനുള്ള സമയമായി, ഞാനിതാ നന്നാവുകയാണെന്ന് പറയാൻ പറ്റണം നമ്മൾക്ക്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു മറ്റൊരു ദൃഷ്ടാന്തത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. വസ്സമാഇ ദാതിർ റജഅ, ആകാശം തന്നെയാണ് സത്യം. എല്ലാ വസ്തുക്കളെയും ആകാശങ്ങളിലേക്ക് കൊണ്ടുപോയി തിരിച്ചയക്കുന്ന പടച്ച റബ്ബ് തന്നെയാണ് സത്യം. വസ്സമാഇ ദാതിർ റജഅ, ഇന്ന് കാണുന്ന സാറ്റലൈറ്റ് സംവിധാനങ്ങളെ, ഇന്ന് കാണുന്ന മൊബൈൽ ടവറുകളെയൊക്കെ സൂചിപ്പിക്കുന്ന ആയത്താണിത്. വസ്സമാഇ ദാതിർ റജഅ, നമ്മുടെ വാട്ടർ സൈക്കിളിനെ സൂചിപ്പിക്കുന്ന ആയത്താണിത്. അല്ലേ? എങ്ങനെയാണ് മഴ ഉണ്ടാവുക? അല്ലാഹു ആകാശലോകങ്ങളിൽ നിന്ന് നമ്മൾക്ക് മഴ തരുന്നു. സൂര്യതാപം മൂലം, സൂര്യന്റെ ചൂട് മൂലം ഇവാപറേഷനായി, നീരാവിയായി കടലിൽ നിന്ന്, സമുദ്രങ്ങളിൽ നിന്ന്, അതേപോലെ പുഴകളിൽ നിന്നെല്ലാം അല്ലാഹു ഈ വെള്ളത്തെ ആകാശത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. വസ്സമാഇ ദാതിർ റജഅ, എല്ലാം മടക്കി അയക്കുന്ന ആകാശം തന്നെയാണ് സത്യം. ഇതല്ലേ പറയുന്നത്, ഭൂമിയിൽ നിന്ന് കൊണ്ടുപോയ വെള്ളം ആകാശം ഭൂമിയിലേക്ക് തന്നെ മടക്കി അയക്കുകയാണ്. ഇത് എങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന് പറയാൻ സാധിച്ചു? അന്ന് ഇതൊക്കെ കണ്ടുപിടിക്കുന്ന സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഉണ്ടോ? ഇല്ലല്ലോ. വസ്സമാഇ ദാതിർ റജഅ വഅൻസല ലക്കും മിനസ് സമാഇ മാഅ, ആകാശങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങൾക്ക് മഴ ഇറക്കി തന്നിട്ടില്ലേ? ഫഅംബത്നാ ഫീഹി ഹദായിഖ ദാത ബഹ്ജ, അതിൽ നിന്ന് പൂന്തോട്ടങ്ങളും തോട്ടങ്ങളും അല്ലാഹു മുളപ്പിച്ചില്ലേ? മാ കാന ലക്കും അൻ തുംബിതു ശജറഹാ, എന്നാൽ ലോക പോലീസായി ചമയുന്ന അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ശാസ്ത്രീയ വിദഗ്ധന്മാർക്കോ ഏതെങ്കിലും ഒരു ചെടി ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? സ്വന്തമായി ചെടി മുളപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ? കാർമേഘങ്ങളിൽ നിന്ന് മഴ വരുത്തിച്ചിട്ടുണ്ട്. അമേരിക്ക വിയറ്റ്നാമുമായിട്ടുള്ള യുദ്ധത്തിന്റെ സമയത്ത് കൊറിയയിലുള്ള മേഘങ്ങൾ വിയറ്റ്നാമിലേക്ക് കൊണ്ടുവന്ന് വിയറ്റ്നാമിൽ മഴ വർഷിപ്പിച്ചിട്ടുണ്ട്. അവിടെ അവർ വെള്ളപ്പൊക്കം മൂലം നശിച്ചു പോയപ്പോ കൊറിയയിലുള്ള ആളുകൾ ക്ഷാമം മൂലം മരിച്ചു പോയിട്ടുണ്ട്. പിന്നെ എന്തേ രണ്ടാമതൊരു പ്രാവശ്യം മേഘങ്ങളിൽ നിന്ന് വെള്ളമിറക്കാത്തത്? ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ കൊണ്ട് മേഘങ്ങളിൽ നിന്ന് വെള്ളമിറക്കാൻ അവർക്ക് കഴിയാം. പക്ഷേ ആ മേഘത്തിലേക്ക് വെള്ളം കൊണ്ടുവരുന്നവൻ ആരാണ്? മഴ പെയ്യാനായ മേഘത്തെയാണ് അവർ വർഷിപ്പിക്കുന്നത്. അത് തന്നെ ഭീമമായ ചെലവ്.
വല്ലാത്ത ചെലവുണ്ട്. കോടിക്കണക്കിന് മില്യൺ കണക്കിന് ഡോളറുകളുടെ ചെലവുള്ളത് കൊണ്ട് രണ്ടാമതങ്ങോട്ട് തുനിഞ്ഞിട്ടില്ല. ഇവരിങ്ങനെ മേഘത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നത് ശരിയാണ്. എന്നാൽ ഈ സമുദ്രങ്ങളിൽ നിന്ന്, സമുദ്രനിരപ്പുകളിൽ നിന്ന് വെള്ളത്തെ നീരാവിയായി മേഘങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ അവർക്ക് സാധിക്കുമോ? അവിടെ എത്തിക്കുന്നത് അവരല്ലല്ലോ, അത് അല്ലാഹുവല്ലേ. അല്ലാഹു ചെയ്തതിന് ചെറിയൊരു ഇൻസ്ട്രുമെന്റും മെഷീനുകളും ഉപയോഗിച്ചവർ ഇറക്കി എന്നല്ലാതെ വേറെ എന്താണ് സമൂഹം ചെയ്തത്? അതേപോലെ വിത്തുകളിലൂടെ നമ്മൾക്ക് ചെടിയും മരങ്ങളും മുളപ്പിക്കാമെന്നല്ലാതെ സ്വന്തമായി ഒരു വിത്തുണ്ടാക്കാൻ ഇവർക്ക് സാധിക്കുമോ? അല്ലാഹു ചോദിക്കുകയാണ്, മാ കാന ലക്കും അൻ തുംബിതു ശജറഹാ. നിങ്ങൾക്ക് ലോകത്ത് എത്ര മരങ്ങളുണ്ട്, എത്ര ചെടികളുണ്ട്, എത്ര തൈകളുണ്ട്, അതുപോലെയുള്ള ഒരു ചെടി നിങ്ങൾക്ക് മുളപ്പിക്കാൻ ഇന്ന് വരെ സാധിച്ചിട്ടുണ്ടോ? ഇനി സാധിക്കുമോ? സാധിക്കില്ല. വിത്ത് കൊണ്ടുവന്ന് മുളപ്പിക്കാൻ നമ്മൾക്ക് പറ്റൂലേ? H2O 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടുമ്പോഴാണ് വെള്ളം ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട്. എന്നാ പിന്നെ ഈ മഴയ്ക്ക് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ? 2 ഹൈഡ്രജനും ഓക്സിജനും കൂട്ടി വെള്ളം ഉണ്ടാക്കി കുടിച്ചുകൂടെ? മഴയില്ലാത്ത സമയത്ത് എന്തിനാണ് ഇത്ര വെപ്രാളം? എന്തിനാണ് ഇത്ര വിഷമം? 2 ഹൈഡ്രജനും 1 ഓക്സിജനും കൂടി വെള്ളം ഉണ്ടാക്കിക്കൂടെ? പറ്റൂല, അത് സാധിക്കില്ല. അല്ലാഹു പറയാണ്, وأنزل لكم من السماء ماء فأنبتنا فيه حدائق ذات بهجة ما كان لكم أن تنبتوا شجرها أإله مع الله الله വല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? അഇലാഹും മഅല്ലാഹ്. നിങ്ങൾക്ക് മഴ നൽകുന്ന റബ്ബ്, നിങ്ങൾക്ക് ചെടികളെ മുളപ്പിച്ചു തരുന്ന റബ്ബ്, നിങ്ങൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളെല്ലാം തരുന്ന റബ്ബ്. അഇലാഹും മഅല്ലാഹ്. അല്ലാഹുവല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു സൃഷ്ടാവുണ്ടോ? ബൽ അക്സറുഹും ലാ യഅലമൂൻ. ഭൂരിഭാഗം ആളുകളും ഇതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ. എല്ലാവരും ഇന്ന് ലോകത്തെ ജനസംഖ്യ എടുത്തു നോക്കുമ്പോ മുസ്ലിമീങ്ങൾ 4ഓ 5ഓ സ്ഥാനത്താണല്ലോ. എന്തേ? ഭൂരിഭാഗം ആളുകളും മുസ്ലിമീങ്ങളല്ലേ? അല്ലാഹുവല്ലേ മഴയിറക്കുന്നത്, അല്ലാഹുവല്ലേ ഭക്ഷണം തരുന്നത്, അല്ലാഹുവല്ലേ ലോകത്തെ നിയന്ത്രിക്കുന്നത്. അഇലാഹും മഅല്ലാഹ്. അല്ലാഹുവല്ലാത്ത മറ്റൊരു ദൈവമുണ്ടോ? പക്ഷേ ബല്ലക്തറുഹും ലാ യഅലമൂൻ. ലോകത്തുള്ള ഭൂരിഭാഗം ആളുകളും ഇത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. എല്ലാം തിരിച്ചേക്കുന്ന റബ്ബിന്റെ ആകാശം തന്നെയാണ് സത്യം. മഴ ഇവിടുന്ന് പോയ മഴ ഇവിടേക്ക് തന്നെ തിരിച്ചേക്കുന്നു. ഇനി സാറ്റലൈറ്റ് സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോ ഒരു ഫോൺ വിളിക്കുകയാണെങ്കിൽ അത് സാറ്റലൈറ്റിൽ ചെന്ന് തിരിച്ചു വരണം. ഇവിടെ നടക്കുന്ന ഏത് ശബ്ദങ്ങൾ, ഏത് പ്രവർത്തനങ്ങളും എന്തൊക്കെയാണെങ്കിലും സാറ്റലൈറ്റിലേക്ക് ചെന്ന് തിരിച്ചു വരണം, ടവറുകളിൽ ചെന്ന് തിരിച്ചു വരണം. എല്ലാം തിരിച്ചയക്കുന്ന ആകാശം തന്നെയാണ് സത്യമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നടക്കുന്ന സംവിധാനങ്ങളെ കുറിച്ച് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പഠിപ്പിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. രക്തക്കട്ടയിൽ നിന്നാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിക്കുന്നതെന്ന്. രക്തക്കട്ടയിൽ നിന്നാണ്. ഒരു സംതിങ് ക്ലിഞ്ചസ് എന്നാണ് മോറിസ് ബുഖായി അതിനർത്ഥം കൊടുത്തത്. സംതിങ് ക്ലിഞ്ചസ്, ഒട്ടിപ്പിടിക്കുന്ന അട്ടയെ പോലെയുള്ള ഒരു വസ്തു. അട്ട നിങ്ങളുടെ നാട്ടിലുണ്ടോ? ഉണ്ടല്ലേ? അപ്പോ അലഖ് എന്ന പദത്തിന്റെ അർത്ഥം അട്ട എന്നാണ്. അപ്പോ അദ്ദേഹം പറയാണ്, ഈ ഒരു സമയത്ത് ഉമ്മയുടെ ഗർഭപാത്രത്തിലുള്ള ആ ഒരു ഭ്രൂണം അട്ടയുടെ ആകൃതിയാണ്. ചവച്ചരച്ച ഒരു ഇറച്ചി കഷ്ണം പോലെ. അലഖ്, അട്ടയെ പോലെ പറ്റിപ്പിടിക്കുന്ന ഒരു സ്വഭാവമാണ് അതിന്. ഇത് എങ്ങനെ 14 നൂറ്റാണ്ട് മുമ്പുള്ള ഒരു മനുഷ്യന് ഇതെങ്ങനെ പറയാൻ സാധിച്ചു? ഈ മെഷീനുകളോ സ്കാനിങ് സംവിധാനങ്ങളോ ഒന്നുമില്ലല്ലോ. എങ്ങനെ ഈ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യൻ സാധാരണ മനുഷ്യനാണെങ്കിൽ എങ്ങനെ ഇത് പറയാൻ സാധിച്ചു? അപ്പോൾ ഇതൊരു സാധാരണ മനുഷ്യനല്ല, ഇത് അള്ളാഹു പറയാൻ പറഞ്ഞതാണ്. ഇത് അള്ളാഹു പറയാൻ നബി തങ്ങളോട് കൽപ്പിച്ചതാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഒരു അട്ടയെ പോലെ പറ്റിപ്പിടിച്ചു നിൽക്കുന്ന, ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന രക്തക്കട്ടയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബേ,
നിന്റെ നാമത്തിൽ ഞാൻ വായിക്കുന്നു. ഇത് കണ്ടപ്പോഴേക്കും മോറിസ് ബുഖായി എന്ന് പറയുന്ന ഓറിയന്റലിസ്റ്റ് ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഈ ഒരു ആശയം കണ്ടപ്പോഴേക്കും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഐ ഹാവ് ഫൗണ്ട് മോണുമെന്റൽ എറേഴ്സ് ഇൻ ദി ബൈബിൾ. ബൈബിളിൽ എനിക്ക് ഒരുപാട് തെറ്റ് കണ്ടെത്താൻ സാധിച്ചു. ബട്ട് ഐ കുഡന്റ് ഫൈൻഡ് ഈവൻ എ സിംഗിൾ എറർ ഇൻ ദി ഖുർആൻ. ഖുർആനിൽ ചെറിയൊരു തെറ്റ് പോലും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പറഞ്ഞു തരുന്ന ദൃഷ്ടാന്തങ്ങളൊക്കെ ഇന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടുകയാണ്. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല. നമ്മുടെ വിജ്ഞാനം അതിലേക്ക് എത്തുന്നില്ല എന്നല്ലാതെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറഞ്ഞാൽ ഒരാൾക്ക് തീരില്ലെന്നാണ്. അള്ളാഹു തന്നെ അത് പറയുന്നുണ്ട്. ഖുൽ ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹറു ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദാ. അല്ലാഹു പറയുന്നു പരിശുദ്ധ ഖുർആനിൽ, ഖുൽ ലൗ കാനൽ ബഹറു, കടലിന്റെ വെള്ളത്തുള്ളികൾ മഷിയായി ഉപയോഗിച്ചാൽ, നബിയെ താങ്കൾ പറയണം, ലൗ കാനൽ ബഹറു മിദാദൻ ലികലിമാതി റബ്ബി, അല്ലാഹുവിനെ കുറിച്ച് പറയാൻ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പറയാൻ ഒരാൾ പേനയെടുത്തു. എന്നാൽ അദ്ദേഹത്തിന് മഷിയായി ഉപയോഗിച്ചത് ഭൂമിയുടെ 2 ഭാഗമായി നിലനിൽക്കുന്ന സമുദ്രങ്ങളാണെങ്കിൽ വറ്റിപ്പോകും, തീരൂല. പിന്നെ വീണ്ടും അതേപോലത്തെ സമുദ്രം വീണ്ടും അല്ലാഹു ഉണ്ടാക്കി. ഈ ലോകത്തുള്ള എല്ലാ വെള്ളവും സമുദ്രവും വറ്റി രണ്ടാമതുണ്ടാക്കി എങ്കിൽ അതും വറ്റിപ്പോകുമെന്ന് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. നമ്മൾക്ക് പറഞ്ഞു തീരില്ല, എണ്ണിത്തീരില്ല. അല്ലാഹു ചോദിക്കുന്നുണ്ട്, പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, ഹൽ തുഅജിസുനി, നീ എന്നെ വിഡ്ഢിയാക്കുകയാണോ? നീ എന്നോട് ധൈര്യം കാണിക്കുകയാണോ? നമ്മളോടുള്ള ചോദ്യമാണ്. ഹൽ തുഅജിസുനി, നീ എന്നെ വിഡ്ഢിയാക്കുകയാണോ? എന്നെ നീ അശക്തനാക്കുകയാണോ? നീയാണോ മുസ്ലിമാൻ എന്ന് നീ പറയുകയാണോ? എന്നിട്ട് പറഞ്ഞു, വഖദ് ഖറജ്ത മിൻ മജ്റൽ ബൗലി മർറതൈൻ, നീ 2 തവണ മൂത്രദ്വാരത്തിൽ നിന്ന് പുറത്തു വന്നവനല്ലേ, എന്നിട്ട് നീ എന്നെ പേടിപ്പിക്കുകയോ? ഒരു പ്രാവശ്യം ഉപ്പയുടെ ഇന്ദ്രിയത്തുള്ളിയായി നീ വന്നു മുൻദ്വാരത്തിലൂടെ, 2ാമത്തെ പ്രാവശ്യം ഉമ്മയുടെ മുൻദ്വാരത്തിലൂടെ കുഞ്ഞായി പിറന്നു വീണു. ഇത്രയല്ലേ നിനക്ക് സ്ഥാനമുള്ളൂ? 2 പ്രാവശ്യവും മുൻദ്വാരങ്ങളിലൂടെ മൂത്രമൊഴിക്കുന്ന പാത്രങ്ങളിലൂടെ പുറത്തു വന്ന നീ എന്നെ അശക്തനാക്കുകയാണോ, എന്നെ പേടിപ്പിക്കുകയാണോ എന്ന് അള്ളാഹു പറഞ്ഞുവെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ അത്ഭുതങ്ങൾ ഒരുപാടാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് മഹാന്മാരുടെ ചരിത്രങ്ങൾ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലൊരാളാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന് തൂരി സീനാ പർവ്വതത്തിൽ വെച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഏടുകൾ കൈമാറുകയാണ്. ഒന്നെല്ലാവരും എണീറ്റ് നിൽക്ക്, ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഒരു 3 പ്രാവശ്യം ഇസ്തിഗ്ഫാർ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നഹ وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. പരിശുദ്ധമായ റമളാൻ ആകുമ്പോൾ ഈ 4 ദിക്ർ അധികരിപ്പിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, 2 അസ്തഗ്ഫിറുല്ലാഹ്. ഇത് അധികരിപ്പിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്നും അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ, ഇത് ചോദിക്കുന്നത് നിങ്ങളുടെ ആവശ്യമാണെന്നും ഈ 4 കാര്യം നിങ്ങൾ ചോദിക്കണം പരിശുദ്ധമായ റമളാനിന്റെ 1 മുതൽ 30 വരെ എന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നന്നായിട്ട് അധികരിപ്പിക്കുക. നടക്കുമ്പോഴും പോകുമ്പോഴും ഡ്രൈവ് ചെയ്യുമ്പോഴും അടിക്കുമ്പോഴും കുക്ക് ചെയ്യുമ്പോഴും അലക്കുമ്പോഴും ഒക്കെ ഇത് ചൊല്ലുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം BC 1300 സീനാ പർവ്വതത്തിൽ വെച്ച് അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാമിന് ഏടുകൾ കൈമാറുന്നുണ്ട്, തൗറാത്ത് കൈമാറുന്നുണ്ട്.
ആ സമയത്ത് അതിന് സാക്ഷിയായ മരം ഇന്ന് 3300 വർഷങ്ങൾക്കിപ്പുറം ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ടെന്നാണ്. 3000 വർഷങ്ങൾക്കിപ്പുറം തുരിസീന പർവ്വതത്തിലെ സെന്റ് കാതറിൻ എന്ന സ്ഥലത്ത് ആ ഒരു മരം മൂസാ നബി അലൈഹിസ്സലാമിന് ഏടുകൾ കൈമാറുമ്പോഴുണ്ടായ ആ മരം ഇന്നും നിലനിൽക്കുന്നുണ്ടെന്ന്. അതേപോലെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ഒരു മരത്തിന്റെ പലകയിൽ, ഒരു മരത്തിന്റെ മുകളിൽ നിന്നൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അരീഹ എന്ന പട്ടണത്തിൽ 2000 വർഷം മുമ്പ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം നിന്ന് കയറിയ ആ മരം ഇന്നും അവിടെ നിലനിൽക്കുന്നുണ്ടെന്നാണ്. ഇതൊക്കെ എന്തിനാണ് അല്ലാഹു ബാക്കി വെക്കുന്നത്? നമ്മളെ പോലെയുള്ള ആളുകൾക്ക് ദൃഷ്ടാന്തമായി. ഇത് കിംവദന്തികളല്ല, ഇത് കെട്ടുകഥകളല്ല, ഇത് മിത്തല്ല, വെറും കെട്ടുകഥകളല്ല. അന്ന് ആരോ ഉണ്ടായി, എവിടെ സ്ഥലം എന്നറിയില്ല, എങ്ങനെ ഉണ്ടായിന്നറിയില്ല, എവിടെ ഖബറ് എന്നറിയില്ല. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം എന്തൊക്കെ പറഞ്ഞോ അതിനൊക്കെ വ്യക്തമായ തെളിവുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് ജനിച്ചു എന്ന് പറഞ്ഞ മക്കയുണ്ട്, വഫാത്തായി എന്ന് പറയുന്ന മദീനയുണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിർമ്മിച്ചു എന്ന് പറയുന്ന കഅബയുണ്ട്, മൂസാ നബിയുടെ ഖബറിടമുണ്ട്. എന്തൊക്കെ ഇസ്ലാം പറയുന്നുണ്ടോ അതിന്റെയൊക്കെ വ്യക്തമായ എവിഡൻസ് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിനെ പുച്ഛിക്കാനോ ഇസ്ലാമിനെ നെവർമെന്റ് ചെയ്യാനോ നമ്മൾക്ക് സാധിക്കില്ല. ലൗലം തഹജ്ജന്നാസു ലഅത്ബഖല്ലാഹു അസ്സമാഅ അലൽ അർദ് എന്നൊരു ഹദീസ് കാണാം. മനുഷ്യന്മാർ ഹജ്ജ് ചെയ്യുന്നില്ലെങ്കിൽ അല്ലാഹു ഭൂമിയെ തകിടം മറിച്ച് തരിപ്പണമാക്കുമെന്ന്. നമ്മൾക്കറിയാം, ക്രോമസോം, അതിന്റെ അകത്തുള്ള പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഒക്കെ ഇലക്ട്രോണുകളും ഒക്കെ ആന്റി വൈസ് സഞ്ചരിക്കുകയാണ്, അല്ലെ? ബയോളജിയും സയൻസ് ഒക്കെ പഠിച്ച ആളുകൾക്കറിയാം. ഒരു ആറ്റമിന്റെ അകത്തുള്ള ന്യൂക്ലിയറുകൾ, അതിന്റെ അകത്തുള്ള പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും. നമ്മുടെ ക്ലോക്ക് സഞ്ചരിക്കുന്നത് വലത് ഭാഗത്തേക്കാണ്. ക്ലോക്ക് അല്ലേ 12-ൽ നിന്ന് 1-ലേക്ക്, 2-ലേക്ക്, 3-ലേക്ക് ഇങ്ങനെ സഞ്ചരിക്കും. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ഒക്കെ സഞ്ചരിക്കുന്നത്. അതേപോലെയാണ് ഭൂമി സഞ്ചരിക്കുന്നത്, അതേപോലെയാണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്, അതേപോലെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ഇതൊക്കെ സഞ്ചരിക്കുന്നത് അതേപോലെയാണ്. അതേപോലെയാണ് മനുഷ്യൻ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുന്നത്. മനുഷ്യൻ കഅബയുടെ ചുറ്റും തവാഫ് ചെയ്യുന്നത് അതുപോലെയാണ്. നമ്മുടെ ശരീരത്തിന്റെ അകത്തളങ്ങളിലുള്ള കോശങ്ങളുടെ കറക്കവും അതേപോലെയാണ്. ഇടത് ഭാഗത്തേക്ക് ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഈ ഒരു ഹദീസ്, ലൗലം യഹുജ്ജന്നാസു ലഅത്ബഖല്ലാഹു അസ്സമാഅ അലൽ അർദ്, ലോകത്ത് ഭൂമിയിൽ ഹജ്ജ് നടക്കുന്നില്ലെങ്കിൽ, ഹജ്ജ് നടന്നില്ലെങ്കിൽ അല്ലാഹു ഭൂമിയെ നശിപ്പിക്കുമെന്ന്. എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക? അവസാനത്തെ അടയാളമായി എണ്ണി പറഞ്ഞത് കഅബ പൊളിക്കപ്പെടുക, കഅബ തകർക്കപ്പെടുമെന്നാണ്. കഅബയെ തകർത്ത് കളഞ്ഞാൽ അതോടുകൂടി ഹജ്ജ് നിലനിൽക്കുകയാണ്. ഹജ്ജ് നിലനിന്നാൽ അത് ലോകത്തിന്റെ അവസാനമാണ്. അപ്പോ ചില ആളുകൾ പറയാറുണ്ട്, അതിന്റെ യാഥാർത്ഥ്യം അറിയില്ല, നമ്മുടെ തവാഫ് കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് എന്ന്. നമ്മുടെ തവാഫിന്റെ കറക്കം കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. നമ്മളുടെ ഇതേ കറക്കം കൊണ്ടാണ് ഭൂമിയും സൂര്യനും ചന്ദ്രനും ലോകത്തുള്ള നക്ഷത്രങ്ങളും അതുപോലെ ഗോളങ്ങളും സഞ്ചരിക്കുന്നത്. നമ്മൾ തവാഫ് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ തവാഫ് എന്ന് നിലനിൽക്കും. അതോടൊപ്പം ലോകത്തുള്ള സൂര്യന്റെയും ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും ഗോളങ്ങളുടെയും കറക്കം അസ്തമിക്കും. അതോടൊപ്പം ഭൂമി നശിക്കുമെന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഹദീസ് വെച്ച് നോക്കുമ്പോൾ അത് സത്യമാണെന്ന് തോന്നുകയാണ്, അല്ലേ? കഅബ പൊളിക്കപ്പെടുമ്പോൾ തവാഫ് നിൽക്കും, അപ്പോഴേക്കും ഭൂമി അല്ലാഹു നശിപ്പിച്ചു കളയും. സൂര്യൻ ചലിക്കൂല, സൂര്യൻ സഞ്ചരിക്കൂല, ഒക്കെ അവിടെ നിൽക്കുമെന്നാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഈ അത്ഭുതങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നമ്മൾ ഇരുത്തി ചിന്തിക്കണം. ഇത് ഓതുകയും ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് നാശമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ നമ്മോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഈമാൻ വർദ്ധിക്കണം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധമായ ഖുർആനിലൂടെ ഉറക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉറക്കിനെ കുറിച്ച് പഠിച്ച ഒരു ശാസ്ത്രജ്ഞൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ്. അദ്ദേഹത്തിന്റെ നാമം, അദ്ദേഹത്തിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. ഉറക്കിനെ കുറിച്ച് അദ്ദേഹം പഠിച്ചു, ഒരുപാട് റിസർച്ച് നടത്തി, അന്വേഷണം നടത്തി. ഈ ഞാൻ പഠിച്ച എന്റെ ആശയങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു മതം, ഒരു ആശയം ഏതെങ്കിലും ഒരു വ്യക്തിയോ ഏതെങ്കിലും ഒരു ഗ്രന്ഥമോ പറയുന്നുണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രമാണ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു എന്നാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു പറഞ്ഞത്, നിങ്ങളുടെ രാത്രിയിലുള്ള ഉറക്കവും പകലിലുള്ള ഉറക്കവും എന്റെ ദൃഷ്ടാന്തമാണ്.
ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون. നിങ്ങളുടെ ഉറക്കവും നിങ്ങൾ രാത്രിയിലും പകലിലുമൊക്കെ ഉറക്കുന്നത് ഞാൻ നൽകുന്ന, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ദൃഷ്ടാന്തങ്ങളാണ്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവല്ലോ, മാ മിൻ അബ്ദിൻ ബാത അലാ തഹൂരിൻ, ഒരാൾ വുളൂ ചെയ്തുകൊണ്ട് കിടന്നുറങ്ങിയാൽ, ശ്രദ്ധിക്കണം, ഗൗരവമുള്ള വിഷയമാണ്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിരന്തരമായി എല്ലാ ദിവസവും ഞാൻ വുളൂ ചെയ്യാറുണ്ട് എന്ന് ഉറപ്പുള്ള ആളുകൾക്ക് കൈപൊക്കിയേ നോക്കട്ടെ. മാഷാ അല്ലാഹ്, കുറച്ച് ആളുണ്ട്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. വുളൂ ചെയ്ത് കിടന്നുറങ്ങുക, അതിന്റെ ശ്രേഷ്ഠത നമ്മൾ മനസ്സിലാക്കുക. എന്താണ് അതിന്റെ ശ്രേഷ്ഠത? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, മാ മിൻ അബ്ദിൻ ബാത അലാ തഹൂരിൻ, വുളൂ ചെയ്തുകൊണ്ട് ഒരാൾ കിടന്നുറങ്ങാൻ തയ്യാറായാൽ, അങ്ങനെ പെട്ടെന്ന് ഉറക്കിൽ നിന്ന് അയാൾ ഉണർന്നാൽ, ഫസഅലല്ലാഹു ശൈഅൻ മിൻ അംരിദ് ദുനിയാ ഔ മിൻ അംരിൽ ആഖിറ, അല്ലാഹുവിനോട് ദുനിയാവിന്റെയോ ആഖിറത്തിന്റെയോ കാര്യം ഉറക്കിൽ നിന്നുണരുന്ന സമയത്ത് അവൻ ചോദിച്ചാൽ, ഇല്ലാ അഅതാ, അല്ലാഹു അയാൾക്ക് നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. വുളൂ ചെയ്തുകൊണ്ട് കിടന്നുറങ്ങുന്ന ഒരാളുടെ റൂഹ് നേരെ ചെല്ലുന്നത് പടച്ച റബ്ബിന്റെ സന്നിധിയിലേക്കാണ്. ബിസ്മിക റബ്ബി, അല്ലാഹുവേ നിന്റെ നാമം കൊണ്ട് ഞാൻ ഉറങ്ങുന്നു. വലഅതു ജംബി, ഞാൻ ഉറങ്ങുകയാണ്. ബിസ്മിക റബ്ബി വലഅതു ജംബി വബിക അർഫഉഹു, നിന്റെ നാമം കൊണ്ട് തന്നെയാണ് ഞാൻ ഉണരുന്നത്. ഇന്നം സക്ത നഫ്സി ഫർഹംഹാ, എന്റെ റൂഹിനെ, എന്റെ ആത്മാവിനെ നീ എവിടെ പിടിച്ചു വെച്ചാൽ, ഈ മരണത്തിൽ, ഈ ഉറക്കിൽ ഞാൻ മരിച്ചുപോയാൽ, ഫർഹംഹാ, നീ ആ റൂഹിനോട് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്, നീ കാരുണ്യം കാണിക്കണേ അല്ലാഹ്. എത്ര പേരാണ് ഉറക്കിൽ മരിച്ചു പോകുന്നത്? ചെറുപ്പക്കാർ, എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ നാട്ടിൽ എന്റെ ഒരു അകന്ന ബന്ധുവായ ഒരു 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു അസുഖവുമില്ല, രാത്രി ഉറങ്ങാൻ കിടന്നതാണ്, സുബഹിക്ക് വിളിക്കുമ്പോൾ ഉണരുന്നില്ല. ഇന്നം സക്ത നഫ്സി ഫർഹംഹാ, ഇങ്ങനെ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോ എന്റെ റൂഹ് നീ എവിടെ കൊണ്ടുപോയി? റൂഹ് എവിടെ എത്തി ഉറങ്ങുമ്പോ? ഇൻ അംസക്ത നഫ്സി, ഇനി എന്റെ റൂഹിനെ നീ അവിടെ തന്നെ പിടിച്ചു വെക്കുകയാണ്, തിരിച്ചയക്കുന്നില്ല എങ്കിൽ കുഴപ്പമില്ല. ഫർഹംഹാ, ആ റൂഹിനോട്, ആ ആത്മാവിനോട് നീ റഹ്മത്ത് ചെയ്യണേ എന്നാണ് നമ്മൾ ചൊല്ലുന്ന ദിക്റിന്റെ അർത്ഥം. ഇനി നീ എന്റെ റൂഹിനെ തിരിച്ചയക്കുകയാണ്, എന്റെ ആത്മാവിനെ തിരിച്ചയക്കുകയാണ്. സുബ്ഹിക്ക് എനിക്ക് എണീക്കാനുള്ള ഭാഗ്യം ലഭിച്ചാൽ, എന്റെ റൂഹിനെ, എന്റെ ആത്മാവിനെ നീ തിരിച്ചയച്ചാൽ, ഫഹ്ഫൽഹാ ബിമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ ആളുകളുടെ ആത്മാവിനെ നല്ല രീതിയിൽ, നല്ല വഴിയിൽ സംരക്ഷിക്കുന്നത് പോലെ എന്നെയും നീ നല്ല വഴിയിലേക്ക് നയിക്കണേ എന്ന ദിക്ർ ചൊല്ലി നമ്മൾ കിടന്നുറങ്ങിയാൽ, ആ ഉറക്കിൽ മരിച്ചുപോയാൽ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പാത്രമായിരിക്കും നമ്മൾ. അല്ലാഹുവിന്റെ റഹ്മത്ത് ലഭിക്കാൻ ഒരു കാരണമാകും. എല്ലിക്കൂടെ ബിസ്മിക റബ്ബി, നിന്റെ നാമം കൊണ്ട് ഞാൻ വലഅതു ജംബി, ഞാൻ ഉറങ്ങുകയാണ്. വബിക അർഫഉഹു, ഞാൻ എണീക്കുന്നതും നിന്റെ നാമം കൊണ്ട് തന്നെ. ഇന്നം സക്തഹാ, നീ ഇതിനെ പിടിച്ചു വെച്ചാൽ, ഫർഹംഹാ, ഇതിനോട് നീ കാരുണ്യം ചെയ്യണം. ഇനി നീ എന്നെ മരിപ്പിക്കാതെ ജീവിപ്പിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ, വഇന്നർസൽതഹാ ഫഹ്ഫൽഹാ, നീ എന്റെ ശരീരത്തെ സൂക്ഷിക്കണം. കമാ തഹ്ഫലു ബിഹി ഇബാദക സ്വാലിഹീൻ. വേറെ ദിക്റുണ്ട്, ബിസ്മികല്ലാഹുമ്മ അമൂതു വഅഹ്യാ, അല്ലാഹുവേ നിന്റെ നാമം കൊണ്ട് ഞാൻ മരിക്കാൻ പോവുകയാണ്, മരിച്ചു വഅഹ്യ, ഞാൻ ജീവിക്കും. ബിസ്മികല്ലാഹുമ്മ അമൂതു വഅഹ്യ, മരണം ഉറക്കിന്റെ ഒരു ഭാഗമാണ് മരണം എന്നുള്ളത്. ഇനി രാവിലെ സുബ്ഹിക്ക് ഉണർന്നാൽ എന്താ പറയാ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അല്ലാഹുവേ മരണശേഷം എന്നെ ജീവിപ്പിച്ച നാഥാ, നിനക്കാണ് സർവസ്തുതിയുമെന്ന് മരണശേഷം, ഉറക്കിന് ശേഷം നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ ചൊല്ലി നമ്മൾ കിടന്നുറങ്ങി, അങ്ങനെ ഉറക്കിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ എണീറ്റാൽ, എന്തെങ്കിലും പടച്ച റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു ഉത്തരം നൽകും. വുളൂഓടുകൂടി ഉറങ്ങിയാൽ. ഇതൊന്നും കൂടി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽഅർവാഹു, നമ്മുടെ ആത്മാക്കളൊക്കെ രാത്രിയായാൽ ആകാശത്തേക്ക് കടന്നു പോകുന്നുണ്ട്. ഫതുഉമറു ബിസ്സുജൂദ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ റൂഹ്, നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ആകാശത്തേക്ക് പോകുന്നുണ്ടെന്നാണ്. ആകാശത്തിലെത്തിയാൽ റൂഹിനോട് പറയും, നീ സുജൂദ് ചെയ്യ് എന്ന്. അപ്പൊ വുളൂഓടെ ആരാണ് കിടന്നുറങ്ങിയത്? ഫതുഉമറു ബിസ്സുജൂദ്,
അപ്പോ ആ ഉളൂടെ കിടന്നുറങ്ങിയ ആളുകൾ അവരുടെ ആത്മാക്കൾ അർശിന്റെ തൊട്ടടുത്തായി സുജൂദ് ചെയ്യുമെന്ന്. അപ്പോ നമ്മൾ ഉളൂയോട് കൂടി കിടന്നുറങ്ങിയാൽ നമ്മുടെ അള്ളാഹു നാളെ സുജൂദ് ചെയ്യാൻ പറയും. അപ്പൊ ഉളൂയോട് കൂടി കിടന്നുറങ്ങുന്ന ആളുകൾ അർശിന്റെ തൊട്ടടുത്താണ് സുജൂദ് ചെയ്യുന്നത്. ഉളൂ ഇല്ലാത്ത ആളുകൾ ഒമൻ ലൈസ ബിത്വാഹിരിൻ സജദ ബഈദൻ അനിൽ അർശി. ഒരു ഹദീസും കൂടി, മൻ ബാത ത്വാഹിറൻ, ഒരാൾ ഉളൂയോട് കൂടി കിടന്നുറങ്ങിയാൽ അവന്റെ മുടിയുടെ അടുത്ത്, അവന്റെ തലയുടെ അടുത്തൊരു മലക്ക് കിടന്നുറങ്ങുമെന്നും, ഫലം യസ്തൈഖിൽ, അങ്ങനെ അദ്ദേഹം ഉണരുമ്പോ ഇല്ലാ ഖാലൽ മലക്കു, മലക്ക് പറയും അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ, ഇന്നാലിന്ന ഈ ഫുലാനിന്, ഇന്നാലിന്ന ഈ സഹോദരന് നീ പുറത്തു കൊടുക്കണേ, ഫഇന്നഹു ബാത ത്വാഹിറ, ഇയാൾ ശുദ്ധിയോടെയാണ് കിടന്നുറങ്ങിയത് എന്ന് മലക്ക് പറയുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം